നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മദ്യനയ കേസിൽ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. കോടതി തീരുമാനം ആം ആദ്മി പാർട്ടിക്കും ദില്ലി മുഖ്യമന്ത്രിക്കും തിരിച്ചടിയായി. സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ കേജ്രിവാളിന്റെ കുരുക്കും അഴിഞ്ഞേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ദില്ലിയിൽ ഭരണപ്രതിസന്ധി എന്ന വാദം ശക്തമാക്കാൻ കേജ്രിവാൾ ജയിലിൽ തുടരട്ടെ എന്ന് കോടതിയുടെ നിലപാട് BJP ആയുധമാക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോഴത്തെ അറസ്റ്റ് ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ്. ഒരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് തുടങ്ങിയ വാദങ്ങളാണ് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചത്. കേസിലെ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റിയത് തുടക്കം മുതൽ ഉന്നയിച്ച മദ്യനയത്തിന്റെ ഉപഭോക്താക്കൾ BJP ആണെന്ന വാദം ആം ആദ്മി പാർട്ടി ഉയർത്തിയിരുന്നു. ഈ വാദങ്ങൾ തള്ളിയ കോടതി രാഷ്ട്രീയമായി കൂടി ആം ആദ്മി പാർട്ടിക്ക് മറുപടി നൽകുകയായിരുന്നു. ഇലക്ട്രൽ ബോണ്ടോ ആര് എവിടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നതോ പരിഗണന വിഷയമല്ല, കോടതി വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിയുടെ പ്രതിരോധം ഇതോടെ ദുർബലമായി. സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടി. കേജ്രിവാളിനും അനുകൂല അന്തരീക്ഷമാകുമെന്ന് ആം ആദ്മി പാർട്ടി കരുതിയിരുന്നു. സഞ്ജയ് സിംഗിനെതിരെ തെളിവില്ല എന്ന കോടതി വാദം കേജ്രിവാളിനും ബാധകമാണെന്നായിരുന്നു ആപ്പിന്റെ വാദം. അതിന്റെ അടിസ്ഥാനത്തിൽ കേജ്രിവാളിനും ഉടൻ പുറത്തിറങ്ങാനാകുമെന്ന് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു. കേജ്രിവാളിന് അനുകൂലമായിരുന്നു കോടതി വിധിയെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് വലിയ ആശ്വാസമാകുമായിരുന്നു. തെളിവില്ലാതെ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു എന്ന വാദത്തിന് അത് ബലം പകർന്നേനെ. തെരഞ്ഞെടുപ്പിലും അത് ഗുണം ചെയ്യുമായിരുന്നു. എന്നാൽ രൂക്ഷ വിമർശനം ഉയർത്തിയ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ BJP ആയുധമാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ജയിലിൽ കിടന്ന് കേജ്രിവാൾ ഭരണം തുടരുമെന്ന ആപ്പിന്റെ നിലപാട് ദില്ലിയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് BJP ആവർത്തിക്കുന്നത്. രാഷ്ട്രപതി ഭരണത്തിന് ചരട് വലിക്കുന്ന BJPക്ക് താങ്കളുടെ നടപടികളുടെ വേഗം കൂട്ടാൻ കോടതി നിലപാട് അവസരമാകും.